ഹായ് സുന്ദരീസ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇമ്മക്കുട്ടിയുടെ ഡാൻസ് ഉണ്ട് സ്കൂളിൽ. അപ്പോൾ അതിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇമ്മുൻ്റെ കണ്ണിൽ കണ്ടോ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുരു വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിങ്ങനെ ചൂട് അധികം ആകുമ്പോൾ വരണതാണ്. വർഷത്തിലൊരിക്കലൊക്കെ ചിലപ്പോൾ ചില വർഷങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഈ വർഷം നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് കണ്ണിൽ ഇങ്ങനെ കുരു വന്നിരിക്കണതാണ്. വേദനയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കണ്ണിൻ്റെ ഭാഗത്ത് മേക്കപ്പ് ചെയ്തില്ല, ബാക്കി മുഖത്തൊക്കെ മേക്കപ്പ് ചെയ്ത് സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ജിമ്മിലൊക്കെ പോയി വന്നിട്ട് ഇനി എനിക്കുള്ളൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സെൽഫ് കെയർ എന്നുള്ള രീതിക്കാണ്. അതായത് എണ്ണ തേച്ച് നന്നായി മസാജൊക്കെ ചെയ്ത് മാസ്കൊക്കെ ഇട്ട് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓയിൽ ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചത്. നല്ല ഓയിലാണ് കേട്ടോ. ഇത് റോസ്മേരി ഓയിലാണ്. പിന്നെ പിയേഴ്സിൻ്റെ ബോഡി വാഷാണ് യൂസ് ചെയ്യണത്. 100 രൂപയുള്ളൂ, അത് അടിപൊളിയാണ്. പിന്നെ ഡവിൻ്റെ മാസ്ക് നല്ലതാണ് തലയിലിടുന്നത്. മുഖത്താണെങ്കിൽ ഫോക്സ് ടെയിലിൻ്റെ മാസ്കും നല്ലതാണ്. ഇതൊക്കെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നല്ല പ്രോഡക്ട്സാണ്, ഞാൻ വെച്ചാൽ നല്ല അഫോർഡബിളും ആണ്. പിന്നെ വന്നിട്ട് ബാക്കി പണികളൊക്കെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഇത്ര അധികം ഭക്ഷണം കഴിക്കുന്നത്, അതായത് ഇത്ര നേരം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കണേ എന്നുള്ളതാണ്. ഞാൻ ശീലിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനും 3 നേരം മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ്. പക്ഷേ ഞാൻ സ്ലൈറ്റ്ലി അണ്ടർ വെയ്റ്റും ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മസിൽ മാസ് അത്ര അധികം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ ട്രെയിനറാണെങ്കിലും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മസിൽ മാസ് കൂട്ടാനാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യും. 5 നേരം ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണേ. ആദ്യം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായില്ലേ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ പതുക്കെ ശീലിച്ചെടുത്ത കഴിഞ്ഞൊരു 2 വർഷമായിട്ടാണ് ഞാൻ കഴിവതും 5 നേരമായിട്ട് കഴിക്കാൻ ശ്രമിക്കണത്. അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു പഴം കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആവും കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും 5 നേരമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതെനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട് കേട്ടോ.